ഒക്ടോബർ 31. ഒക്ടോബർ 31. ഒക്ടോബർ 31. ഒക്ടോബർ 31. ഒക്ടോബർ 31. ഹലോ ഗൈസ്, അപ്പോൾ മലയോരക്കാർ ഒരുപോലെ കാത്തിരുന്ന ആ ഏറ്റവും വലിയ സ്വപ്നം നടക്കാൻ പോവുകയാണ് നമ്മുടെ ചെറുപുഴയുടെ മണ്ണിൽ ഒക്ടോബർ 31. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായിരുന്നു നമ്മൾക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഹായ്, അപ്പൊ ഒരു 3-4 മാസം മുന്നേ നമ്മള് എല്ലാവരും ഇതുപോലെ ഇവിടെ നിന്നിട്ട് ഒരു വലിയ സ്വപ്നത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ അത് ഇതിന്റെ പുറത്ത് എന്നാ പറയണ്ടേ, ഒരു പണി തുടങ്ങേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ട് പോലും ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ വന്ന് നമ്മുടെ ഒരു സന്തോഷം പങ്കുവെക്കേണ്ടത് ആ ഒരു സ്വപ്നം ഇന്ന് ഏറെക്കുറെ ഒരു 4 ദിവസത്തിനുള്ളിൽ പോകണി എന്നൊരു നിമിഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. നമുക്ക് ഇതിന്റെ പണിയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാല്ലേ? 4 മാസം മുന്നേ നമ്മള് ഇവിടെ വരുമ്പോ എനിക്കൊന്നും ഇതിന്റെ തേപ്പൊക്കെ കഴിഞ്ഞതല്ലേ, എത്ര പെട്ടെന്ന് ഒരു 4 മാസം പോയതെന്ന് അറിയില്ല. എന്നാലും സിനിമ കാണാനായിട്ട് ഇഷ്ടമുള്ള കാരണം എന്താ? പണി വരെ കളഞ്ഞ് നമ്മൾ ആലക്കോട് വരെ പോയി പടം കണ്ട ചരിത്രമുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഫാമിലി ആയിട്ട് പടം കാണാൻ വരാനും നല്ലൊരു സുഖം തന്നെയാണ്. ഞാനൊരു കഴിഞ്ഞ അനുഭവം പറയാം. കാന്താര കാണുമ്പോൾ ഫാമിലി അടക്കം പടം കാണാൻ വേണ്ടി കുഞ്ഞു കാരനുകൊണ്ട് എനിക്ക് പടം ഇറങ്ങി പുറത്തേക്ക് വരേണ്ടി വന്നു. ഇവിടെയാണ് നമുക്ക് പ്രശ്നമില്ല, നാട്ടിൽ തന്നെ പോയി നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. അവിടെ പോകേണ്ട ഒരു സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് തന്നെ വരും, കാണേണ്ട സൗകര്യം ചെയ്യാൻ പറ്റും. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമെന്ന്. അപ്പം റിസ്ക് എടുത്ത് പോയി കണ്ട ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടോ? റിസ്ക് എടുത്ത് പോയി രാവിലെ 6 മണിക്കെല്ലാം പോയിട്ട് വലിയേട്ടനും ഇതെല്ലാം കണ്ടിട്ടുണ്ട്. പയ്യന്നൂര് ശാന്തിപ്പ് മമ്മൂക്കാനോടുള്ള ഇഷ്ടമാണ്. ഇപ്പൊ എവിടെ പോയിട്ടാണ് സിനിമ കാണാറുള്ളത്? ഇപ്പൊ പയ്യന്നൂർ തന്നെ അധികം പോയി. ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടല്ലേ? സാബ്ചേട്ടനാണെങ്കിൽ ഈ ചെറുപുഴ AK സിനി പാലസ് അല്ലെങ്കിൽ മുന്നത്തെ തിയേറ്ററിനെ പറ്റിയിട്ട് പറയാനുള്ള ഒരു ഓർമ്മ എന്താണ്? നമുക്ക് എന്നാ പറയണ്ടേ, ചെറുപുഴ അനുരാഗ് അല്ലെങ്കിൽ ഈ ചെറുപുഴ തന്നെ നമ്മുടെ ആദ്യത്തെ തിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാറമ്പുഴ അവരുടെ ഷോപ്പ് ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നു. അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് എൻ്റെ വീട് ഇവിടെ ആയിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് അങ്ങനെ ആ ഒരു സിനിമാ ജീവിതം നമുക്കുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു അനുഭവത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വരെ എത്തുക. നമ്മുടെ ഇന്നത്തെ മൾട്ടിപ്ലക്സ് എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് പുളിക്കലിലുള്ള ഒരു SJ സിനിമാസ് ഇവിടെ ഇങ്ങനെ ഒരു വേദി നമുക്ക് ഒരുക്കി തരുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിലെല്ലാവരും എല്ലാ ആളുകളെയും പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് സന്തുഷ്ടരാണ്. വരും ദിവസം അതിൻ്റെ ഒരു ഇനാഗുറേഷൻ നടക്കാൻ പോകും 31-ന്. അപ്പോൾ അതിലേക്ക് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ചേട്ടൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് കണ്ടത് പിന്നെ നമ്മുടെ ഒരു ചിലക്കാല സ്വപ്നമായിട്ട് ഈ ചെറുപുഴ തിയേറ്ററാണ്.